കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് ഫോർ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSCയുടെ അസിസ്റ്റൻറ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പരീക്ഷയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മൊഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ക്ലാസ്സുകളുടെ നോട്ടുകളും MCQ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടെയുള്ളവ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ ഓഡിറ്റിംഗ് ക്ലാസ്സിൽ 3 പോയിൻ്റാണ് ഉൾപ്പെടുത്തിയത്. അതായത് ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് ഫയൽ തുടങ്ങിയവ. ഓരോന്നും ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ തൊട്ടടുത്ത വീഡിയോയിലുണ്ടാകും. മീനിങ് എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നത് ഓഡിറ്റ് സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. കുറച്ചും കൂടി ഒരു ഫോർമൽ സ്വഭാവത്തിൽ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ അത്ര ഫോർമൽ ആവില്ല, പക്ഷെ ഓഡിറ്റ് നോട്ട്ബുക്ക് ഫോർമലാണ്. ഈ നോട്ട്ബുക്കിൽ ഇമ്പോർട്ടൻ്റായ ഓഡിറ്റ് സമയത്തുള്ള ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട എൻക്വയറികൾ ഉണ്ടെങ്കിൽ അവയും, എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ഒബ്സർവേഷൻസ്, എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കാര്യം നോട്ട് ചെയ്താൽ അത് നോട്ട് ചെയ്ത് വെക്കുന്ന നോട്ട്ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. മാത്രമല്ല ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതും നോട്ട് ചെയ്തേക്കാം. പിന്നീടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ തർക്കങ്ങളോ വരുന്ന സമയത്ത് ഒരു എവിഡൻസ് ആയിട്ട് ഇത്തരം നോട്ടിൽ കാര്യങ്ങൾ ഉപയോഗിക്കാനും പറ്റും. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നത് എ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ആരാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്. അതിൽ ഓപ്ഷനിൽ ഒന്നിനെങ്കിൽ ഓഡിറ്റർ എന്നുണ്ടാവും, അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അതൊരു പോയിൻ്റാണ്. മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റ് സ്റ്റാഫ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, queries, doubts and observations that arise during the course of audit. It acts as a record of matters which need clarification, further checking or consideration by auditor. ചുരുക്കി പറഞ്ഞാൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനും, എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ക്വറിയോ ആവശ്യമുണ്ടെങ്കിൽ അവ നോട്ട് ചെയ്യാനും, അതിന് കിട്ടിയ റിപ്ലൈ നോട്ട് ചെയ്യാനും, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എഴുതി വെക്കുന്ന ലീഗൽ എവിഡൻസായിട്ട് പിന്നീട് ഹാജരാക്കാൻ പറ്റുന്ന ഒരു ഫോർമൽ ബുക്കിനെയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ടു സെർവ് ആസ് എ റിട്ടൺ റെക്കോർഡ് ഫോർ ഓൾ സിഗ്നിഫിക്കൻറ്റ് ഓഡിറ്റ് പോയിന്റ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് റിട്ടൺ റെക്കോർഡാണ്. It helps to keeping track of issues requiring further investigation. ഇതൊരു പിന്നീട് മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമെങ്കിൽ അത് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഏത് വഴി നടത്തേണ്ടതുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ നോട്ട് ചെയ്യാനും. Then to provide evidence of work done in case of dispute or legal proceedings. ഇതാണ് എവിഡൻസ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് നോട്ട്ബുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻ കേസ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സ് കോർട്ടിൽ വരെ ഹാജരാക്കാൻ പറ്റാവുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റും കൂടിയാണ്. തെളിവായിട്ട് ഹാജരാക്കാവുന്നതാണ് ഇത്തരം നോട്ട്ബുക്കുകൾ. അസിസ്റ്റ് ടു ഇൻ പ്രിപ്പയറിംഗ് ദി ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട്. അവസാന ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഓഡിറ്റ് നോട്ട്ബുക്കിലെ ഇത്തരം ഫൈൻഡിങ്സുകൾ, അതിൽ നോട്ട് ചെയ്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും അവർ റിപ്പോർട്ട് നിർമ്മിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ എന്തെല്ലാം ആയിരിക്കും ഇതിൻ്റെ കണ്ടൻ്റ് ആയിട്ട് വരിക, എന്തെല്ലാം ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യുക? ഓഡിറ്റ് നോട്ട്ബുക്ക് ജനറലി കണ്ടെയ്ൻ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. എന്തൊക്കെ? നെയിം ഓഫ് ദി ക്ലയൻറ്റ് ആൻഡ് പീരിയഡ് ഓഫ് ഓഡിറ്റ്. ഏറ്റവും മെയിനായിട്ട് വരിക ഇത് ഏത് ക്ലയൻറ്റിൻ്റെ ഓഡിറ്റ് വർക്കാണ്, അത് ഏത് കാലത്ത് നടത്തിയതാണ്, ഡേറ്റ് വെൻ ദ ഓഡിറ്റ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട്, ക്വറീസ് റൈസ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ് ആൻഡ് ദെയർ റിപ്ലൈസ്. എന്തെങ്കിലും എക്സ്ട്രാ ക്വറികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ എന്തായിരുന്നു എന്നും അതിന് കിട്ടിയ മറുപടി എന്താണെന്നും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് ഓഫ് മിസ്സിംഗ് വൗച്ചേഴ്സ്, ബില്ല്, ഡോക്യുമെൻറ്റ്. ഓഡിറ്റ് സമയത്ത് ഓഡിറ്റർ കിട്ടാതെ പോയ അല്ലെങ്കിൽ കാണാതെ പോയ
അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഹാജരാക്കാൻ സാധിക്കാത്ത വൗച്ചറുകൾ, ബില്ലുകൾ, ഡോക്യുമെൻറ്റുകൾ ഏതെല്ലാം എന്ന് ഈ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകാം. എറർ ആൻഡ് ഇറഗുലാരിറ്റീസ് ഫൗണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തിയാൽ അത് നോട്ട് ചെയ്യാൻ ഉപയോഗിക്കും. റെഗുലർ അല്ലാത്ത ഇറഗുലാരിറ്റീസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവയും. പോയിന്റ് റിക്വയറിങ് ക്ലാസിഫിക്കേഷൻ ഫ്രം ദ ക്ലയൻറ്റ് സ്റ്റാഫ്, ക്ലാരിഫിക്കേഷനാണ്. പോയിന്റ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് ആവശ്യമാണെങ്കിൽ അത് പിന്നീടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നോട്ട് ചെയ്യാനും ഓഡിറ്റ് നോട്ട്ബുക്ക് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അതൊരു കണ്ടൻ്റാണ്. കേസസ് ഓഫ് നോൺ കംപ്ലൈൻസ് വിത്ത് ലോ ഓർ പോളിസീസ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ലോയും പോളിസിയും അത് പാലിച്ചിട്ടില്ലെങ്കിൽ ഏതെല്ലാം കേസിൽ, ഏതെല്ലാം ഏരിയയിൽ അത് ഫോളോ ചെയ്തിട്ടില്ല എന്നത് നോട്ട് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് എക്സ്ട്രാക്റ്റ് ഫ്രം അഗ്രിമെൻറ്റ്, കോൺട്രാക്ട്സ് ഓർ റെസൊല്യൂഷൻസ്, പിന്നെ പ്രധാനപ്പെട്ട അഗ്രിമെൻറ്റുകൾ, കോൺട്രാക്റ്റുകൾ, റെസൊല്യൂഷൻസ് ഇവയുടെ കണ്ടൻറ്റ് മെയിനായിട്ട് അതിൽ എന്താണ് പറയുന്നത് ഈ ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് ഓഫ് സ്പെഷ്യൽ മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കേണ്ട, റിപ്പോർട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസുകൾ, അത്രയും വിവരങ്ങളും എന്ത് ചെയ്യാം ഓഡിറ്റ് നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം അത്രയും കണ്ടൻറ്റുകൾ, വൈഡ് വെറൈറ്റി ആയ കണ്ടൻറ്റുകൾ ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നോക്കേണ്ടത് എന്തെല്ലാം ടൈപ്പ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഉണ്ട്. മെയിനായിട്ട് 2 തരമുണ്ട്. ജനറൽ ഓഡിറ്റ് നോട്ട്ബുക്ക്, പെർമനൻറ്റ് ഓഡിറ്റ് നോട്ട്ബുക്ക്. എന്താണ് ജനറൽ, എന്താണ് പെർമനൻറ്റ്? പെർമനൻറ്റ് പേരിൽ തന്നെ ഉണ്ട്, ഒരു പെർമനൻറ്റ് സ്വഭാവം അതിനുണ്ടാവും. ജനറൽ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻ റുട്ടീൻ ക്വറീസ് ആൻഡ് ഒബ്സർവേഷൻ, നോർമലി സംഭവിക്കാവുന്ന, ചോദിക്കാവുന്ന, റെഗുലറായിട്ട് വരാവുന്ന ക്വറി, ഒബ്സർവേഷൻസ് ഒക്കെ ആയിരിക്കും ജനറൽ ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉണ്ടാവുക. പെർമനൻറ്റ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആണ്. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ഇൻഫോർമേഷൻ ഓഫ് ലാസ്റ്റിംഗ് ഇമ്പോർട്ടൻസ്, അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, നാച്ചർ ഓഫ് ബിസിനസ്, ലിസ്റ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻഡ് എന്നിത്യാദി. അതായത് ഇത്തരം വിവരങ്ങളൊന്നും അതിൽ ചേഞ്ച് വരാൻ സാധ്യതയില്ല. ഓർഗനൈസ് സ്ട്രക്ചർ ഓരോ ദിവസം കൊണ്ട് മാറില്ലല്ലോ, അല്ലെങ്കിൽ നാച്ചർ ഓഫ് ബിസിനസ്, ലിസ്റ്റ്. അപ്പോൾ ആ സ്ഥിരം സ്വഭാവത്തിലുള്ള ഇത്തരം ഡാറ്റ ആയിരിക്കും പെർമനൻറ്റ് ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉണ്ടാവുക. എന്നാൽ ജനറൽ ഓഡിറ്റ് നോട്ട്ബുക്കിൽ അത്തരത്തിൽ എന്താവില്ല, ലാസ്റ്റിംഗ് ആവില്ല അത്. പിന്നെ നമുക്ക് ഈ ഏരിയ കൺക്ലൂഡ് ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞിട്ട്. ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഇൻട്രോ ആയിട്ട് പറഞ്ഞിരുന്നു, ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. കോർട്ട് പ്രൊസീഡിങ്സിന് അത് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. സെർവ് ആസ് എ മെമ്മറി എയ്ഡ് ടു ദി ഓഡിറ്റർ, ഓഡിറ്റിംഗ് സമയത്ത് നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ട ബുക്ക് ആയതുകൊണ്ട് തന്നെ സെർവ് ആസ് എ മെമ്മറി എയ്ഡ്. ദെൻ പ്രൊവൈഡ്സ് പ്രൂഫ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട്സ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്, കിട്ടിയ ഡാറ്റ എങ്ങനെയായിരുന്നു അന്ന് ചോദിച്ച കിട്ടിയ ക്ലാരിഫിക്കേഷൻ എന്നതായിരുന്നു എന്നത് നോട്ട്ബുക്കിൽ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്യൂട്ട്സിന് ഒരു പ്രൂഫ് ആവാം, ഡിസ്പ്യൂട്ട്സിൻ്റെ കേസിൽ ഒരു പ്രൂഫായിട്ട് ഡോക്യുമെൻ്റ് ഉപയോഗിക്കാം. ഹെൽപ്പ് മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി ഇഫ് ഓഡിറ്റ് സ്റ്റാഫ് ചേഞ്ചസ്. ഇപ്പോൾ ഇന്ന് വന്ന സ്റ്റാഫാല നാളത്തെ തുടർന്ന വർക്കിന് വരിക. അപ്പോൾ അവർക്ക് പുതിയ ആൾ വരുന്ന സമയത്ത് പണ്ട് എന്തെല്ലാം നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ ഓഡിറ്റ് നോട്ട്ബുക്കിൽ നിന്ന് അവർക്ക് കിട്ടും. യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ ഓഡിറ്റ്. ഇനി അതല്ല, ഇനി അടുത്ത വർഷം നടക്കാവുന്ന ഓഡിറ്റിലേക്ക് പോലും, കാരണം ഇതിൽ പെർമനൻറ്റ് ഓഡിറ്റ് നോട്ട്ബുക്കിൽ അതിൻ്റെ സ്ട്രക്ചർ, കമ്പനി, പിന്നെ ബിസിനസ് നാച്ചറൊക്കെ ഉണ്ടല്ലോ. അപ്പം ചില ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ അടുത്ത ഓഡിറ്റ് വർക്കിനും അത് റെലവൻ്റ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ എന്തിനും ഉള്ളതുപോലെ ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് റിക്വയർ കെയർഫുൾ ആൻഡ് റെഗുലർ അപ്ഡേറ്റിംഗ്. കാരണം ഇതൊരു ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു, അങ്ങനെ ലീഗൽ എവിഡൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കെയർഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ബിക്കം ബൾക്കി ഇഫ് നോട്ട് പ്രോപ്പർലി ഓർഗനൈസ്ഡ്. അതിൻ്റെ പ്രോപ്പർ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് എന്നതുപോലെ ഇതൊരു എന്താ പറയുക, വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയേക്കാം. കോൺഫിഡൻഷ്യാലിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ടു പ്രൊട്ടക്ട് ക്ലയൻറ്റ് ഇൻഫർമേഷൻ. കാരണം ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ റെലവൻറ്റ് ഇൻഫോർമേഷനും ഈ ഡോക്യുമെൻറ്റിൽ ലഭ്യമാണ്, ഓഡിറ്റ് നോട്ട്ബുക്കിൽ ലഭ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിൻ്റെ പ്രൈവസി, ക്ലയൻറ്റിൻ്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നതും ഒരു ഓഡിറ്ററുടെ ബാധ്യതയായിട്ട് വരും. അത് ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിന് ശേഷം, അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെലവൻ്റായ കാര്യം നോട്ട് ചെയ്യുന്ന കുറി കിട്ടിയ റിപ്ലൈ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എന്നിത്യാദി കാര്യങ്ങൾ നോട്ട് ചെയ്ത ബുക്കാണ് നോട്ട്ബുക്ക്. ഓഡിറ്റ് സ്റ്റാഫാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ നോട്ട്ബുക്കിനെ പോലെയല്ല, ഒരു സെറ്റ് ഓഫ് വർക്കിംഗ് പേപ്പറുകളാണ്. പല വിഷയവുമായി ബന്ധപ്പെട്ട പേപ്പറുകളുടെ ഒരു ഫയലിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയാം. അതായത് ഓഡിറ്റ് നോട്ട്ബുക്ക് കുറച്ച് ഫോർമലാണെന്ന് പറഞ്ഞിരുന്നു, ഫോർമലി ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത്രത്തോളം ഫോർമൽ അല്ലാത്ത ഇൻഫോർമലായ ഡോക്യുമെൻറ്റ്സ് കൂടിയാണ് എന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് നോട്ട്ബുക്കും ഓഡിറ്റ് വർക്കിംഗ് പേപ്പറും എല്ലാം ഓഡിറ്റർക്ക് ഓഡിറ്റ് സമയത്തും പിന്നീടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളാണ്. പക്ഷെ രണ്ടിനും രണ്ട് രീതിയിലാണ് അതിൻ്റെ സ്വഭാവം. രണ്ട് കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക. നോക്കാം. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ റിട്ടൺ റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റർ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഒരു ഓഡിറ്റ് സമയത്ത് ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഇതും എന്താണ്, എവിഡൻസ് ആണ്, എക്സ്പ്ലനേഷൻസ് ആണ്, ഡീറ്റെയിൽസ് ദാറ്റ് സപ്പോർട്ട് ദി ഓഡിറ്റേഴ്സ് ഫൈൻഡിങ്സ്, ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആൻഡ് കൺക്ലൂഷൻ ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ പർപ്പസ് എന്താണ്? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ പർപ്പസുകൾ: ഒന്ന്, പ്രൊവൈഡ് എവിഡൻസ്. മറ്റെന്തിനേയും പോലെ തന്നെ, അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്കിനെ പോലെ തന്നെ ഇതും എന്താണ്, ഒരു എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് കൂടിയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ദെൻ സപ്പോർട്ട് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ഇൻ ദി റിപ്പോർട്ട്. ഓഡിറ്റർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഒപ്പീനിയനാണ്. അപ്പോൾ ആ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യുക. അതെന്തിൻ്റെ ബേസിലാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് എഴുതി വെച്ചത് എന്നതിൻ്റെ തെളിവായിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇത്തരം വർക്കിംഗ് പേപ്പർ. നമുക്ക് കിട്ടിയ ഡാറ്റ എങ്ങനെയാണ്, നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ ആയിരുന്നു, ആയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ പറ്റും. ടു സെർവ് ആസ് എ റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചർ റെഫറൻസിനും എന്ത് ചെയ്യാം, ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ഇറ്റ് ഹെൽപ്സ് പ്ലാനിങ് ആൻഡ് കണ്ടക്ടിങ് ഓഡിറ്റ് എഫിഷ്യൻ്റ്ലി. ഓഡിറ്റ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യാൻ പോലും ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുകൾ റെലവൻ്റ് ആണ്. ഇറ്റ് അസിസ്റ്റ് ഇൻ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് ദി ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് സൂപ്പർവിഷൻ, റിവ്യൂ ചെയ്യാനും എല്ലാറ്റിനും ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുകൾ വളരെ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് കണ്ടൻസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ നോക്കി ഓഡിറ്റ് നോട്ട്ബുക്കിൽ എന്തെല്ലാം ഉണ്ടാവുക. അതേപോലെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ വ്യത്യസ്തമായ കണ്ടൻറ് ഉണ്ടാവുക. അതായത് ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് പ്ലാൻ. ഡീറ്റെയിൽഡ് പ്ലാനിനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് മുൻപേ നടത്തിയ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂൾ എന്താണ്, ഓഡിറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, ആരൊക്കെ എന്തെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ ഓരോ ആളുകളുടെ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ എന്നെല്ലാം നോട്ട് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രോഗ്രാം പ്ലാനാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന ഫയലിൽ ആദ്യം കാണുന്ന ഒരു ഐറ്റം ഇതായിരിക്കും, ഓഡിറ്റ് പ്രോഗ്രാം ആയിരിക്കും. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്ലയൻറ്റ്സ് ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ കൺട്രോൾ സിസ്റ്റം. ക്ലയൻറ്റിൻ്റെ ബിസിനസ് എന്താണെന്നും അതിൻ്റെ ഡാറ്റ, അതുപോലുള്ള MIS പോലുള്ള എന്തെങ്കിലും സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ, അത്തരം കാര്യങ്ങളും ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ ഉണ്ടാവും. മറ്റൊന്ന് ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾസ് ആൻഡ് ലെഡ്ജേഴ്സ് ചെക്ക്ഡ്. ഇതെല്ലാം ട്രയൽ ബാലൻസ്, ഷെഡ്യൂളുകൾ, പിന്നെ അതിൻ്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ലെഡ്ജറുകൾ എന്തെല്ലാം ചെക്ക് ചെയ്തു എന്നതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ. നോട്ട്സ് ഓൺ ഡിസ്കഷൻ വിത്ത് ക്ലയൻറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഓഡിറ്റർ നടത്തിയ ഡിസ്കഷനുകളുടെ പ്രധാന ഭാഗങ്ങൾ. എവിഡൻസ് ഗ്യാതറിംഗ് ത്രൂ ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കൺഫർമേഷൻ. ഓഡിറ്റ് ടെക്നിക്കിൻ്റെ ഭാഗമായ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ അവ എവിഡൻസ് ആയിട്ട് ഈ വർക്കിംഗ് പേപ്പറിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് ഓഫ് എറേഴ്സ്,
ഫ്രോഡ്, ഇറഗുലാരിറ്റീസ് ഡിറ്റക്ട്, എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും എററോ ഫ്രോഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ റെഗുലേഷൻസിനെതിരായിട്ട് പാലിക്കാത്ത രീതി കാര്യങ്ങൾ ലോക്കെതിരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും, അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസിയേഷൻസ് മെയ്ഡ്. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ ആവശ്യാർത്ഥം ബാങ്ക് ക്യാഷ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് റീകൺസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, ആ പേപ്പറുകളും മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളും അക്കൗണ്ട്സിനുണ്ടാക്കിയ എല്ലാം ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന ഫയലിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് പേപ്പറുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. 2 തരം ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുകളുണ്ട്. ഒന്ന് പെർമനൻറ്റ് ഓഡിറ്റ് ഫയലുണ്ട്, 2 കറൻറ്റ് ഓഡിറ്റ് ഫയലുണ്ട്. എന്താണ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആയിരിക്കും. അതായത് അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കാരണം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, MA, AA, ഡീറ്റെയിൽസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കാരണം അതൊന്നും മാറുന്ന ദിവസം ഡേ ടു ഡേയിൽ മാറില്ലല്ലോ. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഡീറ്റെയിൽസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ ഒരു പെർമനൻറ്റ് സ്വഭാവത്തിലുള്ളതായിരിക്കും. ലിസ്റ്റ് ഓഫ് കീ ഓഫീസേഴ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്, കീ മാനേജ്ഡ് പേഴ്സൺസ് ആരെല്ലാം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം, അവരുടെ ഡീറ്റെയിൽസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, കമ്പനീൻ്റെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വിവരങ്ങളും എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഒരു വർക്കിംഗ് പേപ്പർ എന്ന രീതിയിൽ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിലുണ്ടാകും. അത് കുറച്ചൊരു പെർമനൻറ്റ് സ്വഭാവത്തിലുള്ളതാണ്, ലാസ്റ്റിംഗ് സ്വഭാവത്തിലുള്ളതായിരിക്കും. എന്നാൽ അത്രയൊന്നും ലാസ്റ്റിംഗ് അല്ലാത്ത കറൻറ്റ് ഓഡിറ്റ് ഫയൽ ഉണ്ടാവും. എന്നത് പറഞ്ഞാൽ ആ കറൻറ്റ് ഇയറിൻ്റെ ഓഡിറ്റിനെ ആയിരിക്കും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാം. കണ്ടെയ്ൻ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു കറൻറ്റ് ഇയർ ഓഡിറ്റ്. കാരണം കറൻറ്റ് ഓഡിറ്റ് ഫയലാണല്ലോ, ആ ഡാറ്റയ്ക്ക് ഒരു 1 ഇയർ റെലവൻസേ ഉണ്ടാവുകയുള്ളൂ, പിന്നീട് അതൊക്കെ മാറിയിട്ടുണ്ടാവും. മുകളിൽ പറഞ്ഞത് അങ്ങനെയല്ല, അത് പിന്നെ നെക്സ്റ്റ് ഓഡിറ്റിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, കാരണം അത് കുറച്ചും പെർമനൻറ്റ് സ്വഭാവത്തിലുള്ളതാണ്. ഓഡിറ്റ് പ്രോഗ്രാം ഫോർ ഇയർ, കാരണം ഒരു ഓഡിറ്റ് വർക്കിന് ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യും, ഓഡിറ്റർ ആദ്യമേ ഉണ്ടാക്കി വെക്കും. കാരണം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്ലാനാണ്. ആ ഓഡിറ്റ് ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നടത്തണം എന്നതിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നത്. ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വർഷത്തിനുള്ളതാണല്ലോ, അത് പിന്നീട് അടുത്ത വർഷം വേറെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരിക, അതും കറൻറ്റ് ഓഡിറ്റ് ഫയലിൻ്റെ ഭാഗമാണ്. നോട്ട്സ് ആൻഡ് ഓഡിറ്റ്, ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ പെർഫോമഡ്, ഓഡിറ്റ് നടത്തുമ്പോൾ നടത്തിയ ടെസ്റ്റിങ്ങിൻ്റെ നോട്ട്സുകളും, പിന്നെ ടെക്സ്റ്റ് നമ്മൾ സാമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സും, പിന്നെ എന്തെല്ലാം പ്രൊസീജിയറാണ് ചെയ്തത് വെച്ചത്, കറസ്പോണ്ടൻസ് വിത്ത് ദി ക്ലയൻറ്റിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പേപ്പറായിട്ടോ ലെറ്ററായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പേപ്പറുകളും എന്തിൻ്റെ അകത്ത് വരും, ഈ കറൻറ്റ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറായിട്ട് വരും. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. നല്ലൊരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിന് ആവശ്യമായ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവണം, അക്യുറേറ്റ് ആവണം, നീറ്റ്ലി ഓർഗനൈസ്ഡ് ആൻഡ് ഈസി ടു ഫോളോ, ക്ലിയർ ആൻഡ് കൺസൈസ്, പ്രോപ്പർലി റെഫറൻസ്ഡ് ആൻഡ് ക്രോസ് റെഫറൻസ്ഡ്, signed and dated by person who prepared and reviewed them. ആരാണ് അത് പ്രിപ്പയർ ചെയ്തത്, അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരും സൈനും എന്തുണ്ടാവും ഈ പേപ്പറിൻ്റെ ഭാഗമായിട്ട്, അതായത് പേപ്പറുകളിൽ കാണാൻ പറ്റും. അങ്ങനെ നീറ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഏത് സമയത്തും ഏത് വിവരങ്ങളും പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് റെഫറൻസും ക്രോസ് റെഫറൻസും ഒക്കെ ചെയ്തിട്ട് വെക്കുന്ന പേപ്പറുകളായിരിക്കണം എന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന ആ ഡോക്യുമെൻറ്റുള്ള സെറ്റ്. പിന്നെ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റ് നോട്ട്ബുക്കിനെ പോലെ തന്നെ ഇറ്റ്സ് പ്രൊവൈഡ് പ്രൂഫ് ഓഫ് ദി ഓഡിറ്റ് വർക്ക് ഡൺ. ഒരു പ്രൂഫായിട്ട് ഇത് ഉപയോഗിക്കാം. ഹെൽപ്സ് ഇൻ റിസോൾവിങ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ലീഗൽ പ്രൊസീഡിങ്സ്. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് വരികയാണെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അസിസ്റ്റ് ടു റിവ്യൂ ഓഫ് വർക്ക് ബൈ സീനിയർ ഓഡിറ്റേഴ്സ്. പിന്നെ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് റിവ്യൂ ചെയ്യാനും. യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചർ ഓഡിറ്റ്സ് ഓഫ് ദ സെയിം ക്ലയൻറ്റ്. വീണ്ടും അതേ ക്ലയൻറ്റിൻ്റെ കീഴിൽ അടുത്ത വർഷം ഓഡിറ്റ് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുകൾ ചില വിവരങ്ങളെങ്കിലും റെലവൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മെച്ചം അതിന് ഉണ്ട്. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ പ്രിപ്പയറിങ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നത് കുറച്ചും കൂടെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. റിസ്ക് ഓഫ് ലീക്കേജ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ.
ഇഫ് നോട്ട് സേഫ് ഗാർഡ് പ്രോപ്പർലി. കാരണം ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പോലുള്ള ഡോക്യുമെൻറ്റുകളിൽ കമ്പനിയെക്കുറിച്ചുള്ള റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉള്ളതിനാൽ തന്നെ അത് അവരെ ഡാറ്റ പ്രൊട്ടക്ഷനെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അത് കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു ലിമിറ്റേഷനായിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും ഈ ക്ലാസ്സിലെ ഒരു പോയിൻ്റാണ് ഓഡിറ്റ് ഫയൽ എന്നാൽ എന്താണ്. ഓഡിറ്റ് ഫയൽ are the records maintained by auditor that contain all documents, working papers, evidence collected during the course of audit. എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഫയൽ എന്നത് ഒരു ഫയൽ തന്നെയാണ്. അതിലെന്തൊക്കെയുണ്ടാവല്? ഓൾ ഡോക്യുമെൻറ്റ്സ്, വർക്കിംഗ് പേപ്പേഴ്സ് ആൻഡ് എവിഡൻസ് കളക്റ്റഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ദീസ് ഫയൽ ഹെൽപ്പ് ദ ഓഡിറ്റർ ടു പ്ലാൻ, ടു കണ്ടക്ട്, ടു സപ്പോർട്ട് ദർ ഓഡിറ്റ് ഒപ്പീനിയൻ. അപ്പോൾ ഇതുവരെ പറഞ്ഞ 3 ഡോക്യുമെൻറ്റുകളും ഓഡിറ്റ് പ്ലാനിനെയും അല്ലെങ്കിൽ ഓഡിറ്റ് ഒപ്പീനിയൻ എന്ന റിപ്പോർട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. ഓഡിറ്റ് ഫയലിൻ്റെ പർപ്പസ് എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദി ഓഡിറ്റ് വർക്ക് പെർഫോംഡ്. ഇറ്റ് പ്രൊവൈഡ് എവിഡൻസ്, വീണ്ടും പറയുന്നു, ഇറ്റ്സ് പ്രൊവൈഡ് ആൻ എവിഡൻസ്. ഇറ്റ്സ് ടു സപ്പോർട്ട് ദ ഓഡിറ്റേഴ്സ് കൺക്ലൂഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. മറ്റു ഡോക്യുമെൻറ്റുകളെ പോലെ തന്നെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റർ ഒപ്പീനിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് സർവ് ആസ് എ റെഫറൻസ് ഫോർ ഫ്യൂച്ചർ ഓഡിറ്റ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചർ ഓഡിറ്റുകളെ അടുത്ത പ്രാവശ്യത്തെ ഓഡിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടു മീറ്റ് ലീഗൽ ആൻഡ് പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്. ലീഗൽ ഡോക്യുമെൻ്റായിട്ടും എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം? ഓഡിറ്റ് ഫയലിന് ഉപയോഗിക്കാൻ പറ്റും. 2 തരം ഫയലുകളുണ്ട്. പെർമനൻറ്റ് ഓഡിറ്റ് ഫയലുണ്ട്, മറ്റൊന്ന് കറൻറ്റ് ഓഡിറ്റ് ഫയലുണ്ട്. മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ അതേ മീനിങ്ങിൽ തന്നെയാണ് ഇവയും വരിക. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദാറ്റ് യൂസ്ഫുൾ സെവറൽ ഇയേഴ്സ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. കൂടുതൽ കാലത്തേക്ക് അത് ആ ഫയൽ ഉപയോഗിക്കാൻ പറ്റും, കാരണം പെർമനൻറ്റ് സ്വഭാവത്തിലുള്ളതാണ്. യൂസ് റെഫറൻസ് മൾട്ടിപ്പിൾ ഓഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഓഡിറ്റുകൾക്ക് ആ റെക്കോർഡ്സ് ഫയൽ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളും MA ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷണൽ ലെവലിൽ പിന്നെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അത്ര ചാർട്ടാണ് ഉദ്ദേശിച്ചത്. ഇമ്പോർട്ടൻ്റ് കോൺട്രാക്ട്സ് ആൻഡ് അഗ്രിമെൻറ്റ്, ലിസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഇത്തരം വിവരങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് ഡേ ടു ഡേയിൽ മാറാവുന്നതല്ല. അത് അടുത്ത ഓഡിറ്റ് വർക്കിന് പോലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള പെർമനൻറ്റ് സ്വഭാവത്തിലുള്ള കാര്യങ്ങളായിരിക്കും പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഉണ്ടാവുക. എങ്കിലോ കറൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ റെലവൻറ്റ് ടു ദി കറൻറ്റ് ഇയർ ഓഡിറ്റ് ഓൺലി. അപ്പൊക്കെയുള്ള വർഷത്തേക്ക് മാത്രമേ അതിന് റെലവൻസ് ഉണ്ടാവുള്ളൂ, കാരണം അതിൽ ഡാറ്റകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കറൻറ്റ് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിളാണ്, കാരണം അടുത്ത വർഷം അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് വരിക. ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് പ്ലാന്, പിന്നെ ഒന്നുള്ളത് ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ, ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം. വർക്കിംഗ് പേപ്പർ ഫോർ ദി കറൻറ്റ് ഇയറിലേക്കുള്ള വർക്കിംഗ് പേപ്പറുകൾ, ബാങ്ക് കൺഫർമേഷൻസ്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. ബാങ്ക് സ്റ്റോക്കൊക്കെ ഡേ ടു ഡേ തന്നെ മാറുന്നതാണ്. അതുകൊണ്ടാണ് കറൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞത്. ഈ വിവരങ്ങളോടൊന്നും അടുത്ത വർഷത്തെ ഓഡിറ്റിന് എന്തല്ല, റെലവൻ്റ് അല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കണ്ടന്റ് ഓഫ് ഓഡിറ്റ് ഫയൽ? പെർമനൻറ്റ് ഫയലുണ്ട്, കറൻറ്റ് ഫയലുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കണ്ടന്റ് നമുക്ക് പറയേണ്ടതുണ്ട്. ഒന്ന് പെർമനൻ്റ് ആകുമ്പോൾ ലീഗൽ ഡോക്യുമെൻ്റ് ഓഫ് ദി ക്ലയൻ്റ് ആണ്. അത് പിന്നെ MA പോലെ ഡോക്യുമെൻറ്റുകൾ, ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളൊന്നും ചേഞ്ച് ചെയ്യില്ലല്ലോ. അക്കൗണ്ടിങ് പോളിസീസ് ഫോളോഡ്. പിന്നെ മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ്സ്, കാരണം ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സൊക്കെ കാലാകാലം സൂക്ഷിക്കേണ്ട ഡോക്യുമെൻറ്റുകളാണ്. ഡീറ്റെയിൽസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, സ്ഥാപനത്തെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ബിഗ് പോയിന്റ് ഉണ്ടോ, ഇതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്നത്തെ അത് കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. കറൻറ്റ് ഫയലിൽ തികച്ചും കറൻറ്റ് ഇയറിന് ഓഡിറ്റ് നടക്കുന്ന വർഷത്തിന് മാത്രം റെലവൻ്റായ ആ ഫയലിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ, കാരണം ഓഡിറ്ററുടെ ജോലി എന്താ, സ്കോപ്പ് എന്താ എന്നെല്ലാം സൂചിപ്പിച്ചിട്ട് ഓഡിറ്റിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റർക്ക് നൽകുന്ന ലെറ്ററിൻ്റെ പേരാണെന്ത്, എൻഗേജ്മെൻറ്റ് ലെറ്റർ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ലെറ്റർ കിട്ടിയ കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ശേഷം അദ്ദേഹം എന്ത് ചെയ്യലും ഓഡിറ്റ് പ്രോഗ്രാമൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓഡിറ്റ് പ്ലാൻ ആൻഡ് പ്രൊസീജിയേഴ്സ്, പിന്നെ അതും ഒരു വർഷത്തേക്ക് റെലവൻ്റ് ഉള്ളൂ. അടുത്ത വർഷത്തേക്ക് പുതിയ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. റിസ്ക് അസസ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ, എവിഡൻസ് ഗാദർഡ് ഡ്യൂറിങ് ദി ഓഡിറ്റ്, സമ്മറി ഓഫ് ഓഡിറ്റ് ഫൈൻഡിങ്സ്.
കാരണം ഈ വർഷത്തെ ഓഡിറ്റ് സമ്മറി അല്ലല്ലോ അടുത്ത വർഷത്തേക്ക് ഉണ്ടാവും, ഇത് മാറുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് ഫയലിൻ്റെ ഭാഗമായിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഓഡിറ്റ് ഫയൽ. Ensure compliance with auditing standards. Provide a clear record for review by partners, regulatory bodies or court. Helps in resolving dispute. Improve efficiency in future audit. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എന്താണ് ഓഡിറ്റിംഗ് ഫയൽ നമുക്ക് അത്യാവശ്യമാണ്. റിട്ടൻഷൻ ഓഫ് ഓഡിറ്റ് ഫയൽ, എത്ര കാലം ഓഡിറ്റ് ഫയൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പെർമനൻറ്റ് ഫയലാണെങ്കിൽ ഇൻഡെഫിനിറ്റ്ലി അത് പെർമനൻറ്റ് സ്വഭാവത്തിലാണ്, കാലാകാലം അത് എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതുണ്ട്. കറണ്ട് ഫയൽ എന്ന് പറയുമ്പോൾ റിട്ടൈൻ ഫോർ എ സ്പെസിഫിക് പീരീഡ്, കുറഞ്ഞ കാലത്തേക്ക് റെലവൻസ് ഉള്ളൂ. ആസ് പെർ പോളിസി, ആസ് പെർ ലോ ഇറ്റ്സ് യൂഷ്വലി 7 to 10 years എന്നാണ് പറയാറ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത് കൂടുമെന്നതിനാൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.